ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കുരിശിനെക്കുറിച്ചാണ്. കുരിശിനെക്കുറിച്ച് എന്തിനിത്ര ചിന്തിക്കാനിരിക്കുന്നു എന്നാവോ? രണ്ടു മരക്കഷണങ്ങൾ നെടുകയും കുറുകയും അടിച്ചിരിക്കുന്ന ഒരു വസ്തു, വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുകയും തീയിലിട്ടാൽ കത്തിപ്പോവുകയും ചെയ്യുന്ന ഒരു സാധനം. ഇതൊക്കെയാണ് യൂട്യൂബ് വഴി ഓരോരുത്തരും പ്രചരിപ്പിക്കുന്ന കുരിശിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. യഥാർത്ഥത്തിൽ അതാണോ കുരിശ്? അല്ലെങ്കിൽ പിന്നെ എന്താണ് കുരിശ്? യഹൂദ പാരമ്പര്യമനുസരിച്ച് ഏറ്റവും ഹീനമായ ഒരു വസ്തുവായിരുന്നു കുരിശ്. അവഹേളനത്തിന്റെ ചിഹ്നമായ ആ കുരിശിനെയാണ് ദൈവപുത്രനായ ഈശോ മഹത്വത്തിന്റെ പര്യായമാക്കി മാറ്റിയത്. ഈശോ പറയുന്നു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. ഈശോ പറഞ്ഞതിന് പ്രകാരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും എല്ലാം അടങ്ങുന്ന ജീവിതമാണ് കുരിശ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതാണോ കുരിശ്? കാലാകാലങ്ങളായി ഞങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന്. അതെ, എല്ലാവരും തന്നെ ഇങ്ങനെ പറയുമെന്ന് ഈശോയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈശോ തന്നെ തന്നെ പരിത്യജിച്ചെന്ന് തന്നെ പറഞ്ഞത്. എന്നിലെ ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കി ചുമക്കുന്ന കുരിശിനെ സന്തോഷത്തോടെ ചുമക്കണം. അത് എങ്ങനെയാണെന്ന് ഈശോയുടെ ഗാഗുൽത്ത യാത്രയിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. പടയാളികൾ പിന്നിൽ നിന്ന് കുത്തിയിട്ടും ചാട്ടവാറുകൾ കൊണ്ട് അടിച്ചിട്ടും മുഖം കുത്തി നിലത്ത് വീണിട്ടും ഇനി ഒരു ചുവട് കൂടി നടക്കാനുള്ള ശേഷിയില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഈശോ ആ കുരിശിനെ വിട്ടുകളഞ്ഞില്ല, തള്ളിപ്പറഞ്ഞതുമില്ല. പരിഭവിക്കുകയോ ശപിക്കുകയോ പരാതി പറയുകയോ ഒന്നും ചെയ്തില്ല. കുരിശിനെ വരിഞ്ഞു മുറുക്കി നെഞ്ചോട് ചേർത്ത് നടന്നു നീങ്ങി. ഈശോയുടെ വാക്കുകളിൽ നിന്ന് നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങളാണ് നമ്മുടെ കുരിശ്. ഒരുപാട് അരുതുകളുള്ള, കൃത്യമായ അതിരുകളുള്ള ഒരു യാത്രയാണ് ജീവിതമാകുന്ന കുരിശ് യാത്ര. ഒരായുസ്സുകൊണ്ട് പൂർത്തീകരിക്കപ്പെടാവുന്ന ഒരു ബലിയാണ് ഇത്, ജീവിതമാകുന്ന ബലി. ഇതാണ് നമ്മുടെ കുരിശ്. ഈ കുരിശ് ചുമക്കുന്നവർ സ്വയം പരിത്യജിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരെ ശപിച്ചും പഴി പറഞ്ഞും മനസ്സില്ലാ മനസ്സോടുകൂടി കുരിശ് ചുമക്കുന്നവർ ആകും. അങ്ങനെ ചുമന്നാൽ ക്രിസ്തുവിന്റെ പിന്നാലെ അല്ല നമ്മൾ നടന്നു നീങ്ങുന്നത്. ഈശോ അനുഭവിച്ച എല്ലാ പീഡനങ്ങളും നമ്മുടെ കുരിശ് യാത്രയിലും വന്നുവിടാം. നിന്ദനങ്ങളും ആക്ഷേപങ്ങളും ചാട്ടവാറടിയും ചവിട്ടും കുത്തും മുഖത്ത് തുപ്പലും എല്ലാം ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടായാലും നമ്മൾ നമ്മുടെ കുരിശിനെ വിട്ടുകളയാനോ ഉപേക്ഷിച്ചിട്ട് പോകാനോ മറ്റാരുടെയെങ്കിലും ചുമലിൽ താങ്ങി രക്ഷപ്പെടാനോ ശ്രമിക്കരുത്. നമ്മൾ ചുമക്കുന്നത് നമ്മുടെ കുരിശാണ്. നമ്മൾ തന്നെ അത് ചുമക്കണം. മുന്നേ കുരിശുമായി നടന്നുപോയ ഈശോയുടെ ഓർമ്മ പുതുക്കുന്ന ഈ നോമ്പുകാലത്ത് നമുക്ക് ഈശോയിൽ തന്നെ ആശ്രയിക്കാം. നമ്മുടെ കുരിശുകൾ വഹിക്കാനുള്ള ശക്തി തരാൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ദിനങ്ങൾ ജീവിതയാത്രയെക്കുറിച്ച് അയവിറക്കാനുള്ള അവസരങ്ങളായി എല്ലാവർക്കും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.